നമ്മുടെ എളാപ്പയുടെയും മൂത്താപ്പയുടെയും അത് വാപ്പന്റെ ജ്യേഷ്ഠന്റെയും അനുജന്റെയും മക്കളൊക്കെ ആങ്ങളമാർ എന്നാണ് പറയാ, ബ്രദേഴ്സ് തന്നെയാണ് പറയാ. സത്യത്തിൽ അവർക്ക് നമ്മളെ വിവാഹം കഴിക്കാൻ പറ്റും. നിങ്ങളുടെ പിതാവിന്റെ ജ്യേഷ്ഠന്റെ മകൻ അല്ലെങ്കിൽ അനുജന്റെ മകൻ, എളാപ്പയുടെ മൂത്താപ്പയുടെ മക്കൾക്ക് നിങ്ങളെ വിവാഹം കഴിക്കാൻ അനുവാദമുണ്ട്. നിങ്ങളുടെ ഉമ്മയുടെ ജ്യേഷ്ഠത്തിമാരും അനുജത്തിമാരുമായ ആളുകളുടെ മക്കൾക്ക് നിങ്ങളെ വിവാഹം കഴിക്കാൻ. നാളെ ഒരു അന്യനായി വന്ന് നിങ്ങളെ വിവാഹം അന്വേഷിക്കാൻ പറ്റുന്ന ഒരാളെ മോട്ടോർ ബൈക്കിൽ യാത്ര ചെയ്യുന്നു, അയാളുടെ കൂടെ കല്യാണത്തിന്റെ ഫംഗ്ഷനിൽ ഒഴിഞ്ഞു നിന്ന് മണിക്കൂറുകളോളം സംസാരിക്കുന്നു, ഏത് നിലക്കും സ്വന്തം ആങ്ങളയോട് പെരുമാറുന്ന പോലെ എന്ത് ചെയ്യുന്നു, കളിയും തമാശകളും ചിരികളുമാകുന്നു. നാം ചിന്തിക്കേണ്ടത്, പലപ്പോഴും നമ്മുടെ മനസ്സിൽ ആ ചിന്തകളൊന്നുമില്ലെങ്കിലും രണ്ടാളുകളാകുമ്പോൾ അയാളുടെ മനസ്സിൽ എന്ത് നമുക്ക് പറഞ്ഞുകൂടാ. മാത്രമല്ല, ഒരു അന്യ പുരുഷനോട് എങ്ങനെ നിലനിൽക്കണോ അങ്ങനെ തന്നെ പറ്റുള്ളൂ. അപ്പൊ അവിടെ നാം എല്ലായിടത്തും പാലിക്കാൻ പറ്റിയ ഒരു കാര്യമായിട്ട് എനിക്ക് തോന്നുന്നത് എന്താ വെച്ചാൽ, ഞാൻ നിനക്കൊരു അന്യ സ്ത്രീയാണെന്ന് നമ്മളുടെ സംസാരത്തിലും ഭാവത്തിലും അയാൾക്ക് ബോധ്യപ്പെടണം. അതന്നെയാണ് പെരുമാറ്റത്തിന്റെ അവസ്ഥ. ഉദാഹരണം ഞാൻ നേരത്തെ പറഞ്ഞു, ഞാൻ വേണമെങ്കിൽ ഒന്നും കൂടി പറയാം. നാം ക്ലാസ്സിൽ ഇരിക്കുന്നു, ഒരാള് അല്ലെങ്കിൽ നമ്മൾ കല്യാണ പന്തലിൽ ഇരിക്കുന്നു, ഒരാൾ കയറി വന്നു. ആ കയറി വന്ന ആൾ ആരാണ്? നമ്മൾക്ക് അന്യനാണ്. അത് മൂത്താപ്പയുടെ മകനാണ്. അപ്പൊ വന്നാൽ ഒരു വിശേഷം ചോദിക്കും, എപ്പോഴാണ് എത്തിയത് ചോദിക്കാൻ ഒരു പരിചയമില്ല. അപ്പൊ നമ്മൾ ആ എത്തിയ ടൈം പറഞ്ഞു. ആ ടൈം പറഞ്ഞതിനു ശേഷം അടുത്ത 2-3 ചോദ്യങ്ങളും വിശദീകരണങ്ങളും പറയുമ്പോൾ അതിലൊരു പെർമിഷൻ ഉണ്ട്, നമുക്ക് അല്പസമയം സംസാരിക്കാമെന്നാണ്. അത് ആവശ്യങ്ങളോ അനാവശ്യങ്ങളോ ഒന്നുമില്ല. ആ സംസാരത്തിന് നമ്മൾ സന്നദ്ധമാകുന്നതോട് ആ വാക്ക് പറഞ്ഞു, നമ്മൾ ഇനി താല്പര്യപ്പെടുന്നില്ല എന്നൊക്കെ നമ്മൾ തിരിഞ്ഞു നിൽക്കുമ്പോൾ അത് അത്രയും ഇഷ്ടപ്പെടുന്നു. അവിടെ നാം നമ്മളുടെ വാതിൽ അടച്ചു, നമ്മളിലേക്കുള്ള എൻട്രി അവിടെ ക്ലോസ് ചെയ്തു. അങ്ങനെ ക്ലോസ് ചെയ്യാത്തിടത്തോളം കാലം അത് അവിടെ അവസാനിക്കില്ല. നാം ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം അത് തുടർന്നുകൊണ്ടേയിരിക്കും. അതുകൊണ്ട് മഹ്റമല്ലാത്ത ഒരാൾക്ക് ജീവിതത്തിൽ ഒരവസരം കൊടുക്കാതിരുന്നാൽ ആദ്യത്തെ നിരാകരണം ജീവിതത്തിൽ എന്നുമുള്ള നിരാകരണമായി തീരും. ക്ലാസ്സിൽ ഫസ്റ്റ് ബാച്ചിൽ വന്ന് 1ാമത്തെ ക്ലാസ്സിൽ ഇരിക്കുമ്പോൾ നിങ്ങൾ മറ്റു പെൺകുട്ടികളിൽ നിന്നും ഒരു മര്യാദക്കാരിയാണെന്ന് വേഷത്തിലും സംസാരത്തിലും മനസ്സിലായി കഴിഞ്ഞാൽ ആ കോഴ്സ് തീരുന്ന 6 വർഷം വരെയും നിങ്ങളോട് അങ്ങനെ അവർ പെരുമാറും. എങ്ങനെ നാം പെരുമാറുന്നുവോ അങ്ങനെ തിരിച്ചു പെരുമാറപ്പെടും. അതുകൊണ്ട് നമ്മുടെ കല്യാണത്തിൽ വരുന്നവരായിരുന്നാലും വീട്ടിൽ വരുന്നവരാണെങ്കിലും ഞാൻ അങ്ങനെ അന്യപുരുഷനോട് ഇടപെടൂ എന്നവർക്ക് മനസ്സിലാക്കി കൊടുക്കാൻ നമ്മുടെ പ്രതികരണങ്ങളെ കൊണ്ടാവണം. നോക്കൂ, നിങ്ങൾ വിശുദ്ധ ഖുർആനാണ് പറയുന്നത്, ഇദാ സഅൽതുമൂഹുന്ന മതാഅൻ ഫസ്അലൂഹുന്ന മിൻ വറാഇ ഹിജാബ് ദാലികും അത്ഹറു ലിഖുലൂബികും വഖുലൂബിഹിന്ന. സൂറത്തു അൽ അഹ്സാബ് 53-ാമത്തെ ആയത്ത്. ശരിക്കും ഇത് എല്ലാ പണ്ഡിതന്മാരും അന്യ സ്ത്രീ പുരുഷന്മാർ പെരുമാറുന്നതിന്റെ മാനദണ്ഡമായി പറയുന്ന ഖുർആൻ വചനമാണ്. നിങ്ങൾ എന്തെങ്കിലും കാര്യങ്ങൾ ആ സ്ത്രീകളോട് ചോദിക്കുകയാണെങ്കിൽ, ഒരാവശ്യം എന്തെങ്കിലും തരാനോ വാങ്ങാനോ നിങ്ങൾ പോയിട്ട് ചോദിക്കുകയാണെങ്കിൽ ഫസ്അലൂഹുന്ന മിൻ വറാഇ ഹിജാബ്, ഒരു മറക്ക് പിന്നിൽ നിന്നാവട്ടെ എന്നാണ്. ഇത് പ്രവാചകന്റെ പത്നിമാരുടെ നിർദ്ദേശമാണ്. മുഫസ്സിരീങ്ങൾ പറഞ്ഞത് എല്ലാവർക്കും ബാധകമാണ് എന്ന് പറഞ്ഞാൽ, ഒരു സ്ത്രീയും ഒരു പുരുഷനും ബന്ധപ്പെടുമ്പോൾ ഒരു പുരുഷനും ബന്ധപ്പെടുന്ന പോലെയല്ല, ഒരു സ്ത്രീയും ബന്ധപ്പെടുന്ന പോലെയല്ല. അവിടെ ഒരു ചെറിയ മറ, ഒരു ചെറിയ തടസ്സം അവിടെയുണ്ട്. ആ ഒരു തടസ്സമുണ്ട് എന്ന് പെരുമാറുമ്പോൾ നമുക്ക് തോന്നണം. ഞാൻ പറഞ്ഞ മറഞ്ഞു നിന്ന് ചോദിച്ചാലും മറഞ്ഞു നിന്ന് ചോദിച്ചില്ലെങ്കിലും ഞാനും നീയും എന്താണ് ഒരല്പം ഒരകലം പാലിക്കേണ്ടതുണ്ട് എന്ന് തന്നെയാണ്. എന്നിട്ട് ഖുർആൻ പറഞ്ഞത്, അപ്പൊ ചെറിയൊരു പ്രശ്നം, ഒരു സ്ത്രീയോട് എപ്പോഴും ഒരു പുരുഷനോട് മറ സ്വീകരിക്കണം എന്ന് പറയുമ്പോൾ അത് കുറച്ചധികമായി പോയോ എന്നാണ്. അധികമായി പോയില്ല. ഖുർആന്റെ പ്രയോഗം ശരിക്കും മനസ്സിലാക്കിക്കോളൂ. ദാലികും അത്ഹറു ലിഖുലൂബികും വഖുലൂബിഹിന്ന. ആ പെരുമാറുന്ന സമയത്ത് ആ സ്ത്രീക്കും പുരുഷനും അവരുടെ ഹൃദയത്തിന്റെ പരിശുദ്ധിക്ക് നല്ലത് ആ ഒരു അകലം പാലിക്കൽ തന്നെയാണ്. മനസ്സിന് വലിയ പ്രശ്നമാണ്. കാരണം നമ്മുടെ ഏത് പെരുമാറ്റങ്ങളും, ഒരു സ്ത്രീയുടെ സംസാരം, ഒരു പുരുഷന്റെ പെരുമാറ്റം, ഏതും നമ്മുടെ മനസ്സുകളെ സ്വാധീനിക്കും. അത് മനസ്സിൽ രോഗമുണ്ടാക്കും. ആ രോഗവും സംശയങ്ങളും അത്തരമുള്ള തെറ്റായ വിചാരങ്ങളും നമ്മുടെ മനസ്സിനെ സ്വാധീനിച്ചാൽ അത് മനസ്സിൽ ഒരു പ്രശ്നമായി അവശേഷിക്കും. അത് നമ്മുടെ എല്ലാ സ്വസ്ഥതയെയും കെടുത്തിക്കാണും. അതുകൊണ്ട് മനസ്സിന്റെ പരിശുദ്ധിക്ക് നല്ലത് നമ്മുടെ മനസ്സിൽ മറ്റൊരു അന്യ പുരുഷനോ അല്ലെങ്കിൽ ഒരു അന്യ സ്ത്രീയോ കടന്നു വരുന്ന അവസരങ്ങൾ ഇല്ലാതാക്കി നമ്മുടെ മനസ്സിനെ എപ്പോഴും പരിശുദ്ധമായി നിർത്തിയാൽ ഒരു സ്വസ്ഥവും സമാധാനകരവുമായ വിശുദ്ധമായൊരു ജീവൻ നമുക്ക് സാധ്യമാകും. അതുകൊണ്ട് ബന്ധപ്പെടുമ്പോൾ ആ ഒരകലം പാലിക്കപ്പെടേണ്ടതുണ്ട്. ഒരകലമുണ്ടെന്ന് പെരുമാറ്റ സന്ദർഭത്തിൽ ഒരു അന്യപുരുഷൻ തോന്നണം. എന്നോട് അവൾ ഒരകലം പാലിക്കുന്നു എന്ന് തോന്നൽ
ആ രൂപത്തിലായിരിക്കണം നമ്മൾ പെരുമാറേണ്ടത് എന്ന് ഈ ആയത്ത് നമ്മളെ പഠിപ്പിക്കുന്നു. ഇത് നമ്മുടെ സുരക്ഷിതത്തിന്റെ പ്രധാനമാണ്, ഇസ്ലാമിന്റെ അടിസ്ഥാന നിർദ്ദേശമാണ്, നമ്മൾ പാലിക്കാൻ ശ്രദ്ധിക്കണം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എൻ്റെ പേര് ആയിഷ ഹുസൈൻ. എൻ്റെ വിഷയം വിവാഹം സംബന്ധിച്ചാണ്. നമ്മൾക്ക് എല്ലാവർക്കും അറിയുന്നത് പോലെ പണ്ട് ഒരു 10ാം ക്ലാസ് മതിയായിരുന്നു നല്ലൊരു ജോലി കിട്ടാൻ. പക്ഷെ പിന്നീട് അതൊരു പ്രീ ഡിഗ്രി ആയി മാറി, +1 +2 ബേസി ആയി മാറി, പിന്നെ അതൊരു ഡിഗ്രി ആയി. ഇന്നിപ്പോൾ നമ്മൾക്ക് അറിയുന്നത് പോലെ അതൊരു പോസ്റ്റ് ഗ്രാജുവേറ്റ് ലെവലിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ നമ്മളുടെ മാതാപിതാക്കൾ തന്നെ സ്വന്തം മകളെ വിവാഹം ചെയ്യാൻ ഒരു പ്രപ്പോസൽ വന്നാൽ ആ കുട്ടി ഡിഗ്രി ചെയ്ത ഒരു കുട്ടിയാണെങ്കിൽ അവരുടെ മനസ്സ് വിഷമിക്കും, മുഖം ചുളിയും. ഈ ഒരു കുട്ടിക്ക് എൻ്റെ മോളെ വിവാഹം ചെയ്ത് കൊടുക്കണമല്ലോ എന്നുള്ളൊരു ഫാക്ട് കൊണ്ട്. അതേസമയം പോസ്റ്റ് ഗ്രാജുവേറ്റ് ആണെങ്കിൽ സന്തോഷപൂർവ്വം വിവാഹം ചെയ്ത് കൊടുക്കുകയാണ്. ഇങ്ങനത്തെ നിലയിൽ നല്ലൊരു സത്യവിശ്വാസിയായ ഒരു യുവതി എന്ത് നിലപാടാണ് സ്വീകരിക്കേണ്ടത്? ഇങ്ങനെ ഉള്ളൊരു സിറ്റുവേഷനിൽ ഇവർ എങ്ങനെ ദിനയിൽ നിന്ന് തടയപ്പെടും? ഒരു 15 വയസ്സാകുമ്പോൾ തന്നെ പ്രായപൂർത്തിയാവുകയാണ്, എന്നിട്ട് വിവാഹം ചെയ്യുന്നത് ഒരു 29 30 വയസ്സല്ല. അപ്പോൾ ഇത്രയും കാലയളവ് വരെ നോമ്പ് എടുക്കണം, അവരാ നോമ്പിലായിരിക്കണം എന്ന് പറയുന്നത് ഒരു പ്രാക്ടിക്കബിലിറ്റി അല്ല. അപ്പൊ ഈ കേസിൽ മാതാപിതാക്കൾ ഇങ്ങനെ നിലപാടെടുക്കുന്നെങ്കിൽ എന്തായിരിക്കണം മക്കളുടെ ഒരു റിയാക്ഷൻ? ഇത് പറഞ്ഞാൽ ഞാൻ ചോദ്യത്തിൽ മനസ്സിലാക്കുന്നത്, ഒരു പെൺകുട്ടിക്ക് മുമ്പത്തേതിനേക്കാളും ദീർഘമായി പഠിക്കുമ്പോൾ മാത്രമേ ഒരു നല്ലൊരു ഡിഗ്രി കരസ്ഥമാക്കാനും നല്ലൊരു ജോലി കിട്ടാനും സാധ്യമാകൂ. അതുകൊണ്ട് തന്നെ മുമ്പ് കാലഘട്ടങ്ങളിൽ നേരത്തെ വിവാഹമാകാമായിരുന്നു. ഇപ്പോൾ നേരത്തെ വിവാഹം നടത്താൻ ബുദ്ധിമുട്ടാണ് എന്നാണ് പറഞ്ഞതിൽ നിന്ന് മനസ്സിലാവുന്നത്. അതുകൊണ്ട് അത്രയും ഒരു ദീർഘകാലം വിവാഹിതയല്ലാതെ തൻ്റെ ഒരു സുരക്ഷിതത്വം പാലിച്ച് മുന്നോട്ട് പോവാൻ ഒരു പെൺകുട്ടിക്ക് എങ്ങനെ പറ്റും? അങ്ങനത്തെ ഒരു സന്ദർഭത്തിൽ അവളുടെ രക്ഷിതാവ് എന്ത് നിലപാടെടുക്കണം എന്നാണ് ചോദിച്ചത്. ഞാൻ നേരത്തെ പറഞ്ഞ വിഷയവുമായി ബന്ധപ്പെട്ടതാണ്. ഞാൻ വെറുതെ നിങ്ങളോട് ആദ്യം ഒരു ഇത് പറയാണ്. ഇപ്പോൾ ഒരു MBBS കഴിഞ്ഞ ഒരു പെൺകുട്ടിയെ സംബന്ധിച്ചിടത്തോളം ഇന്നത്തെ കാലത്തോട് നല്ലൊരു PG ഉണ്ടെങ്കിൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ, പുറത്തിറങ്ങിയിട്ട് പ്രയോജനമുള്ളൂ എന്നൊരു അവസ്ഥ ഇപ്പോൾ വന്നു കഴിഞ്ഞു. ഞാൻ പറഞ്ഞു, നിങ്ങൾ ഏതെങ്കിലും ഒരു മെഡിക്കൽ കോളേജിന്റെ പരിസരത്ത് ചെന്നാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും, അവിടെങ്ങളിലൊക്കെ PGക്ക് പഠിക്കുന്ന മിക്കവാറും പെൺകുട്ടികൾ അവിടെ ഫ്ലാറ്റ് എടുത്ത് ഭർത്താവിനോടൊപ്പം കുട്ടികളോടൊപ്പം വേലക്കാരെയോ ഉമ്മയെയോ കൂടെ താമസിച്ച് അവർ PGയുടെ ഏറ്റവും ഉയർന്ന കോഴ്സുകൾ ചെയ്യുന്നത് കാണാൻ പറ്റും. അപ്പം ഞാൻ ചിന്തിക്കുന്നത് എന്താണെന്ന് വിചാരിച്ചാൽ, കുട്ടികളും കുടുംബവും ഭർത്താവും എല്ലാം കോഴ്സുകൾക്ക് വലിയ പ്രയാസം സൃഷ്ടിക്കുമെങ്കിൽ ഏറ്റവും പ്രയാസമുള്ളത് ഡിഗ്രിനേക്കാളും പ്രയാസമാണല്ലോ ഒരു PG കോഴ്സ് ചെയ്യാറ്. അപ്പം എങ്ങനെയാണ് ഇത് പറ്റുന്നത്? അപ്പോഴെങ്ങനെയാണ് ഇത് സാധ്യമാകുന്നത്? ഞാൻ പറഞ്ഞത്, ഒരു ഡിഗ്രി കോഴ്സിന് പഠിക്കുമ്പോൾ നമ്മൾക്ക് ഒരു ഭർത്താവും കാര്യങ്ങളൊക്കെ പ്രശ്നമാണെങ്കിൽ ഏറ്റവും വലിയൊരു കോഴ്സ് ചെയ്യുന്ന സമയത്ത് എന്നാൽ തൽക്കാലം എന്ത് ചെയ്യും, ഒരു വിവാഹം കഴിഞ്ഞതിന് ശേഷം ഇനി ഒരു കോഴ്സ് വേണ്ട, ഉള്ള കോഴ്സ് കൊണ്ട് സംതൃപ്തിപ്പെട്ടു പോകാമെന്ന് പോലും ചിന്തിക്കുന്നില്ല. അപ്പൊ ഞാൻ പറയുന്നത് എന്താണെന്ന് വിചാരിച്ചാൽ, അത് പ്രയാസകരമാണെന്ന് ആരോ പറഞ്ഞതോ നമ്മൾ ആരെയോ തെറ്റിദ്ധരിപ്പിച്ചതോ ആണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. സ്വാഭാവികമായും ഞങ്ങൾ പഠിപ്പിക്കുന്ന കോളേജിലും നമ്മളെല്ലാ സ്ഥലങ്ങളിലും വിവാഹിതരായ എത്രയോ പെൺകുട്ടികൾ നമ്മുടെ ക്ലാസ്സിൽ തന്നെ പഠിച്ചുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് വിവാഹം എന്നതിനെ സംബന്ധിച്ചിടത്തോളം എനിക്ക് പറയാനുള്ളത്, ഒരുപക്ഷെ രക്ഷിതാവിന് വിവാഹം നടത്തേണ്ടതെന്നായിരിക്കും, കുട്ടിക്ക് നടത്തണമെന്നായിരിക്കും. അതുകൊണ്ട് വിവാഹം ആഗ്രഹിക്കുന്ന ഒരു പെൺകുട്ടിക്ക് കോഴ്സ് കഴിയട്ടെ എന്ന നിലയ്ക്ക് രക്ഷിതാക്കന്മാർ വിവാഹത്തിന് വേണ്ടി പരിശ്രമിക്കാതിരിക്കുന്നതും, പിന്നെ രക്ഷിതാക്കന്മാർ ആഗ്രഹിച്ച് ഒരു വിവാഹം നടത്തണമെന്ന് ആഗ്രഹിച്ച് അന്വേഷിക്കുമ്പോൾ അതിൽ വാശി പിടിച്ച് വിവാഹം വേണ്ടെന്ന് പറയുന്നതിനും ഇസ്ലാമികമായൊരു പിന്തുണ ലഭിക്കുമോ എന്നതാണ് നമ്മുടെ അടിസ്ഥാനപരമായ പ്രശ്നം. അതുകൊണ്ട് ഞാൻ പറയുന്നത്, ഏതെങ്കിലും കാരണവശാൽ നമുക്ക് ഈ വിവാഹത്തിന് വേണ്ടി അവസരങ്ങൾ ഉണ്ടായിട്ടും വേണ്ടെന്ന് വെക്കുന്നത് കൊണ്ട് നമ്മുടെ ആത്മവിശുദ്ധിയിലോ നാളെ പരലോകത്തിലോ അല്ലെങ്കിൽ നമ്മുടെ സൂക്ഷ്മതയിലോ എന്തെങ്കിലും അപകടങ്ങൾ സംഭവിച്ചാൽ അതൊരു പ്രശ്നം തന്നെയാണ്. ഞാൻ പറഞ്ഞു, ഇതൊക്കെ പറയുന്ന കാലത്തിൽ ഇതിൻ്റെ ഏറ്റവും വലിയ ഒരു അപകടം നമ്മൾ അപ്പുറത്ത് കാണുന്നു. ഇന്ന് ക്യാമ്പസുകളിൽ ബഹുഭൂരിപക്ഷം കുട്ടികളും അഫെയറുകൾ ഉണ്ടാക്കിയിട്ടുണ്ട് എന്നുള്ളതൊരു സത്യമല്ലേ? നിങ്ങൾ കാരണം സത്യമല്ലേ? അതിൻ്റെ അടിസ്ഥാനം എന്താണ്? ഒരു പുരുഷനെ എനിക്ക് വേണമെന്നാണ്. ഈ ഒരു സുരക്ഷത്തെക്കുറിച്ച് പറയുന്ന, ഭർത്താവ് വേണ്ടെന്ന് പറയുന്ന ആളുകൾ എന്ത് ചെയ്യണം? ജീവിതത്തിൽ ആ സൂക്ഷ്മത പാലിക്കാൻ എന്തുകൊണ്ട് അവർക്ക് പറ്റുന്നില്ല? ഇസ്ലാമിന്റെ നിയമവും പ്രകൃതിപരമായ നിയമവും തേടുന്നത് പ്രായപൂർത്തിയായാൽ ഒരു പുരുഷനെ തേടുന്നു എന്നാണ്. അതുകൊണ്ട് ഇസ്ലാമിന്റെ നിയമപ്രകാരം ഒരു പുരുഷൻ നമ്മുടെ സുരക്ഷിതത്വത്തിന് വേണ്ടിയിട്ടുള്ളതാണ്, നമ്മുടെ സംരക്ഷണത്തിന് വേണ്ടിയിട്ടുള്ളതാണ്, നമ്മുടെ മനസ്സമാധാനത്തിനും മനസ്സിന്റെ കരുത്തിനും ജീവിതത്തിന്റെ എല്ലാ അപൂർണതകൾക്കും പരിഹാരമാണ്. ലിതസ്കുനു ഇലൈഹിന്ന, അവർ ശരിക്കുള്ള മനസ്സിന്. അതുകൊണ്ട് ഒരു വിവാഹത്തിന് സമയമാകുമ്പോൾ, ഒരു വിവാഹത്തിന്റെ അന്വേഷണങ്ങൾ വരുമ്പോൾ
പിന്നെ പെൺകുട്ടികളും അതേപോലെ തന്നെ രക്ഷിതാക്കന്മാരും അതിനനുകൂലമായി മുന്നോട്ട് പോകണമെന്നാണ് ഞാൻ മനസ്സിലാക്കി കൊടുത്തിട്ടുള്ളത്. പ്രവാചകന്റെ വചനവും അതാണുള്ളത്. അത് നിങ്ങളുടെ ആഗ്രഹങ്ങൾക്കും അഭിലാഷങ്ങൾക്കും എതിരാവേണ്ട. ഞാൻ നിരുത്സാഹപ്പെടുത്തുകയാണെന്ന് നിങ്ങൾ വിചാരിക്കരുത്. ജോലിയെക്കാളും പ്രധാനം വിവാഹമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ജോലി നമ്മുടെ സാമ്പത്തികമായൊരു സപ്പോർട്ട് മാത്രമാണ്. വിവാഹത്തിലൂടെയുള്ള ഭർത്താവ് ജീവിതത്തിന്റെ മുഴുവൻ ഭാഗത്തുമുള്ള സപ്പോർട്ടാണ്. ഭർത്താവ് എന്ന വിവാഹം എന്നത് ജീവിതത്തിന്റെ സമ്പൂർണ്ണ സുരക്ഷിതത്വം, ജോലി എന്നത് സാമ്പത്തിക സുരക്ഷിതത്വം മാത്രമാണ്. സാമ്പത്തിക സുരക്ഷിതത്വം, തന്റെ ഭർത്താവിന്റെ സാമ്പത്തിക സുരക്ഷിതത്വം യഥാർത്ഥത്തിൽ അവൻ സംരക്ഷിക്കാമെന്ന് ഏറ്റെടുത്ത ഭാര്യയുടെ സാമ്പത്തിക സുരക്ഷിതത്വമാണ്. അതിൽ യാതൊരു സംശയവുമില്ല. യഥാർത്ഥത്തിൽ അത് അംഗീകരിക്കാൻ നമുക്ക് പറ്റണമെന്ന് മാത്രം. എന്റെ ഭാര്യയ്ക്ക് എത്ര ശമ്പളമുണ്ടെങ്കിലും ആ ശമ്പളം അവളുടേതാണ്. എന്റെ ശമ്പളം എന്റെ കുടുംബത്തിന് മുഴുവൻ അർഹതപ്പെട്ടതാണെങ്കിൽ എന്റെ ഭാര്യയുടെ ശമ്പളം അവൾക്ക് മാത്രം അവകാശപ്പെട്ടതാണ്. അവൾ എന്റെ കൂടെ ജീവിക്കുന്നു എന്നുള്ളത് ശരി, അവളുടെ വരുമാനം അവൾക്ക് മാത്രം അവകാശപ്പെട്ടതാണ്. നമ്മുടെ കുടുംബം കുറച്ച് പ്രയാസപ്പെടുകയാണല്ലോ, നീ എനിക്ക് കുറച്ച് പണം തരണം എന്ന് നമുക്ക് വായ്പ ചോദിക്കാം, കടം ചോദിക്കാം, അവൾക്ക് ധർമ്മമായി തരാം, സമ്മാനമായി തരാം. പക്ഷെ അവളുടെ സ്വത്ത് അവളുടേതാണ്. പക്ഷെ എന്റെ സ്വത്ത് എന്റെ ഭാര്യയുടേത് കൂടെയാണ് എന്നുള്ളതാണ് വസ്തുത. അതുകൊണ്ട് ഒരു ജോലി നല്ലതാണ്, നമുക്ക് വരുമാനമുണ്ടാകുന്നത് നല്ലതാണ്. പക്ഷേ വിവാഹമെന്ന ജീവിതത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട എല്ലാറ്റിനെയും ചൂട് നിൽക്കുന്ന ആ ഒരു വലിയ സംഗതിയെ ഭംഗിയായും നമ്മുടെ ചോയ്സോടുകൂടെയും താല്പര്യത്തോടുകൂടെയും നിർവഹിക്കാൻ നമ്മുടെ ജോലി തടസ്സമാകാതിരിക്കാൻ ശ്രദ്ധിക്കണം. അതുകൊണ്ട് നാളെ വിവാഹം വേണമെന്നല്ല, വിവാഹാന്വേഷണങ്ങൾ വരുമ്പോൾ ഞങ്ങൾ അവളെ കല്യാണം കഴിച്ചു കൊടുക്കുന്നില്ലെന്ന് നമ്മൾ രക്ഷിതാക്കന്മാരും പറയാതിരിക്കുക. ഏത് അന്വേഷണങ്ങളെയും നമ്മൾ താല്പര്യപൂർവ്വം എടുക്കുക. 100 അന്വേഷണങ്ങൾ വരുമ്പോൾ നമുക്ക് പറ്റുന്ന 1, 2 ഉണ്ടാവും. ചിലപ്പോൾ വരുന്ന അന്വേഷണങ്ങൾ നമുക്ക് പറ്റിക്കൊള്ളണമെന്നില്ല. നമ്മുടെ എല്ലാ കണ്ടീഷനുകളും പറയുമ്പോൾ അല്ലെങ്കിൽ നമ്മുടെ കാണുമ്പോൾ ഇഷ്ടപ്പെട്ടുകൊള്ളണമെന്നില്ല. അതുകൊണ്ട് ഒരു വിവാഹം കഴിക്കുന്നത് എപ്പോൾ എന്ന് വെച്ചാൽ വിവാഹത്തിന് പറ്റാവുന്ന ഒരാൾ വരുന്നത് എപ്പോൾ, അപ്പോൾ ഞാൻ വിവാഹം കഴിക്കും. എന്റെ ജീവിതത്തിനും എന്റെ പഠനത്തിനും സുരക്ഷിതമായ ഒരാൾ എന്ന് വരുന്നുവോ അന്ന് ഞാൻ വിവാഹിതയാകും എന്ന് തീരുമാനിക്കുന്നതായിരിക്കും കൂടുതൽ സുരക്ഷിതത്വം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഒരുപക്ഷെ ഞാൻ എന്റെ ചോദ്യം വ്യക്തമാക്കിയിട്ടുണ്ടായില്ലായിരിക്കാം. ഞാൻ ഉദ്ദേശിച്ചത് ഒരു പുരുഷന്റെ ജോലിയെ കുറിച്ചാണ്. സ്ത്രീ ജോലി ചെയ്യണം എന്നുള്ളതല്ല. ഒരു പുരുഷൻ, ഡിഗ്രിയുള്ള ഒരു പുരുഷൻ വരികയാണെങ്കിൽ മാതാപിതാക്കൾ ആ ഒരു സ്ത്രീക്ക് വിവാഹം ചെയ്യാൻ ആഗ്രഹമുണ്ടെങ്കിൽ കൂടി അവർ സമ്മതിക്കുന്നില്ല. കാരണം ആ പുരുഷൻ ഒരു ഡിഗ്രിക്കാരനാണ്. അതേസമയം ആ പുരുഷൻ ഒരു പോസ്റ്റ് ഗ്രാജുവേറ്റ് കാരനായിരുന്നെങ്കിൽ മാതാപിതാക്കൾക്ക് സന്തോഷമാണ്. പക്ഷെ ഈ സ്ത്രീക്ക്, ഈ പെൺകുട്ടിക്ക് വിവാഹം ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടാവും. അങ്ങനത്തെ ഒരു സ്ഥിതിയിൽ എന്താണ് ഈ സ്ത്രീ ചെയ്യേണ്ടതെന്നാണ് എന്റെ ചോദ്യമായിരുന്നു. ഇതിൽ ഒരാളുടെ ജീവിത സാഹചര്യം, അയാളുടെ സൗന്ദര്യം, അയാളുടെ സാമ്പത്തിക ശേഷി, ഡിഗ്രി, ഇതൊക്കെ എന്താണെന്ന് വിചാരിച്ചാൽ ആരാണ് വിവാഹിതനാകുന്നവരുടെ സമ്മതമാണ്. ഒരു പെൺകുട്ടിക്ക് വിവാഹം കഴിക്കണമെങ്കിൽ ആ പെൺകുട്ടിന്റെ സമ്മതം വേണം. എങ്കിലും രക്ഷിതാക്കന്മാർക്ക് അത് നിർവഹിച്ചു കൊടുക്കാൻ പറ്റുള്ളൂ. ഒരു പെൺകുട്ടിക്ക് സമ്മതമില്ലാത്തൊരു വിവാഹം നടത്തി കൊടുക്കാൻ രക്ഷിതാവിന് പറ്റില്ല. ഇനി സമ്മതിക്കാതിരിക്കുന്നതിന് ഒരു കാരണമാണ്. അപ്പോൾ എന്നെ വിവാഹം കഴിക്കുന്നതിന് എനിക്കൊരു ഡിഗ്രി മതി, ഞാൻ PG ഉണ്ടെങ്കിലും എനിക്ക് ഡിഗ്രി മതി എന്നൊരു പെൺകുട്ടി തൃപ്തിപ്പെടുന്നുവെങ്കിൽ, അല്ലെങ്കിൽ എനിക്ക് ഇയാൾ മതി എന്ന് പറഞ്ഞാൽ അത് ജീവിതകാലം മുഴുവൻ ജീവിക്കേണ്ട ജീവിത പങ്കാളിയുടെ തീരുമാനമാണ്. ആ തീരുമാനത്തിന് അനുകൂലമായി രക്ഷിതാക്കന്മാർ തന്റെ കുട്ടിക്ക് മതപരമായോ ഭൗതികമായോ ദോഷമല്ലാത്ത ഒരു കാര്യത്തിന് മാതാപിതാക്കന്മാർ ഒരിക്കലും എതിര് നിൽക്കാൻ പാടില്ല. അങ്ങനെ എന്തെങ്കിലും പ്രത്യേകമായ കാരണമില്ലാതെ എതിര് നിൽക്കാൻ പറ്റില്ല. അപ്പോൾ എന്നെ വിവാഹം കഴിക്കുന്ന പുരുഷൻ ഡിഗ്രി ഉള്ളവനായാൽ മതിയോ, അല്ലെങ്കിൽ ഇത്ര സൗന്ദര്യം മതിയോ, അല്ലെങ്കിൽ ഇന്ന ഒരു പ്രദേശത്ത് മതിയോ എന്ന കാര്യങ്ങളിലൊക്കെ തീരുമാനിക്കാൻ ഒരു പെൺകുട്ടിക്ക് പറ്റും, അനുവാദമുണ്ട്. പക്ഷെ പറയുന്ന കാര്യങ്ങൾ രക്ഷിതാക്കന്മാരെ ബോധ്യപ്പെടുത്തത്തക്ക വിധത്തിൽ റീസണബിളായി കാരണത്തോടുകൂടെ നമുക്ക് പറയാൻ പറ്റണമെന്ന് മാത്രം. പക്ഷേ രക്ഷിതാക്കന്മാരെ സംബന്ധിച്ചിടത്തോളം ആ ഒരു മാനസികാവസ്ഥ എന്ന് പറഞ്ഞാൽ നമ്മളതിൽ വേറൊരു വശം ഞാൻ കാണുന്നുണ്ട്. എപ്പോഴും ഒരു അപകർഷതാബോധം. എൻ്റെ വൈഫ് പൊതുവെ പ്രൊഫഷണൽസിലൊക്കെ ഒന്ന് കാണുന്നൊരു സംഗതിയാണെന്ന്, ഒരാൾ ഒരു MBBS ഉള്ള ആളാണ് ഭർത്താവ്, ഭാര്യ നല്ലൊരു PG ഹോൾഡർ ആണെങ്കിൽ എപ്പോഴും അയാൾക്കൊരു അപകർഷതാബോധം. അവൾ എന്നെക്കാളും ഒരു പദവി ഉള്ളതുകൊണ്ട് അവളുടെ പെരുമാറ്റത്തിൽ പ്രശ്നമുണ്ടോ, സ്വഭാവത്തിൽ പ്രശ്നമുണ്ടോ, എന്നോടൊക്കെ സംസാരിക്കുമ്പോൾ കുറച്ചും കൂടെയൊക്കെ ഒരു വിനയത്തിൽ പെരുമാറുന്നില്ല എന്നൊക്കെയുള്ള ഒരു അപകർഷതാബോധം ഒരു പക്ഷേ കുടുംബത്തിന് തന്നെ പിന്നീട് പ്രയാസകരമായി തീർന്നേക്കാം. ദീനുണ്ടെങ്കിൽ പ്രശ്നമല്ല, ഒരു മതബോധം ഉണ്ടെങ്കിൽ ഏതിനെയും നമുക്ക് പൊരുത്തപ്പെടാൻ പറ്റും. അങ്ങനത്തെ ഒരു അവസ്ഥാവിശേഷം വരുമോ എന്ന് നമ്മൾ ചിന്തിക്കാം. അല്ലാത്തൊരവസ്ഥയിൽ ഒരു പുരുഷൻ ഒരു ജോലിയുമില്ലാത്ത അല്ലെങ്കിൽ ഒരു വരുമാനവുമില്ലാത്ത ഒരാളാണെങ്കിൽ പോലും എനിക്ക് വിശ്വസ്തനായ ഒരു പുരുഷൻ നിലനിൽക്ക് ഒരു സ്ത്രീ സമ്മതിക്കുകയാണെങ്കിൽ വിവാഹം കഴിക്കുന്നതിനൊരു വിരോധവും ആ കാര്യത്തിലില്ല. പക്ഷെ പലപ്പോഴും നമുക്ക് ഇത്തരം വിവാഹങ്ങളുമായ ആളുകൾ
പിന്നെ മനസ്സ് പൊരുത്തപ്പെടുന്ന എപ്പോഴാച്ചാൽ അഫെയറുകൾ ഉണ്ടാകുമ്പോഴാണ്. പ്രായം അവിടെ പ്രശ്നമല്ല. എന്താ കുറച്ച് പ്രായ കൂടുതലുണ്ടെങ്കിൽ എന്താ പ്രശ്നം, പ്രായക്കുറവുണ്ടെന്ന പ്രശ്നം, അയാൾക്ക് ഡിഗ്രി മാത്രമാണെങ്കിൽ എന്താ പ്രശ്നം, അയാളൊരു ഓട്ടോറിക്ഷ ഡ്രൈവർ ആണെങ്കിൽ എന്താ പ്രശ്നം, എനിക്ക് വരുമാനമുണ്ടല്ലോ എന്ന് ചോദിക്കുന്ന ചോദ്യം പലപ്പോഴും അങ്ങനെ വരില്ല. ഒരു നോർമൽ അവസ്ഥയിൽ പലപ്പോഴും തന്നെക്കാളും യോഗ്യനായ ഒരാളാവട്ടെ തൻ്റെ ഭർത്താവ് എന്നാണ് സാധാരണ ചിന്തിക്കാറുള്ളത്. എൻ്റെ പേര് ജസ്ന. ഞാനൊരിക്കൽ എൻ്റെ ഫ്രണ്ടിനോട് വസ്ത്രധാരണത്തിൻ്റെ കാര്യത്തിൽ ഉപദേശിച്ചപ്പോൾ അവൾ എന്നോടൊരു സംഭവം പറഞ്ഞു. ബസ് സ്റ്റോപ്പിൽ പർദ്ദ ധരിച്ച് വലിയ സലഫി മഫ്തൊക്കെ ഇട്ടൊരു സ്ത്രീ പൂവാലന്മാരുടെ ശല്യത്തിന് ഇരയായ സംഭവം. അപ്പോൾ അങ്ങനെയുള്ളവരോട് നമ്മൾ എന്താ മറുപടി പറയാ? നമ്മൾ അപൂർവമായിട്ടുള്ള കാര്യങ്ങളെ അല്ല നമ്മളൊരു തത്വമായി സ്വീകരിക്കേണ്ടത്. മനസ്സിലെ ഞാൻ പറഞ്ഞത്, വേഷത്തിന്റെ സുരക്ഷിതത്വം ഇല്ലാത്തതിന്റെ പേരിൽ ആക്രമിക്കപ്പെട്ട ആയിരക്കണക്കിന് സഹോദരിമാർ നമുക്ക് തെളിവായി അനുഭവമായി നമ്മളോട് പറയുമ്പോൾ എവിടെയെങ്കിലും ഒരു പൂർണ്ണമായൊരു വസ്ത്രധാരണം സ്വീകരിച്ചൊരു സ്ത്രീ ആക്രമിക്കപ്പെട്ടു എന്നത് നമ്മൾ ഒരു തെളിവായി പറയാൻ പാടില്ല. കാരണം ഒരു സ്ത്രീയാണ്, ഏത് വേഷം ധരിച്ചാലും ഒരു സ്ത്രീയാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇതിനൊരു സാഹചര്യം, 3 വയസ്സായ ഒരു കുട്ടിയെ എടുത്തുകൊണ്ടുപോയി ബലാത്സംഗം ചെയ്ത് കൊന്നു എന്ന് പറഞ്ഞാൽ അവിടെ എന്തു സാഹചര്യമാണുള്ളത്? ഒരു സ്ത്രീത്വത്തിന്റെ യാതൊരു വിധത്തിലുള്ള ആകർഷണീയതയും തോന്നാത്ത, ഒരിക്കൽ പോലും ഒരു മരിച്ചു കിടക്കുന്ന ഒരു മനുഷ്യനോട്, ഒരു സ്ത്രീയോട് തോന്നുന്ന വികാരം, ഒരു പിഞ്ചു കുഞ്ഞിനോട് തോന്നുന്ന വികാരം, ഈ വികാരങ്ങളൊക്കെ ഏതു തരത്തിലുള്ള വികാരങ്ങളാണ്? അതൊരു കാമത്തിന്റെ വികാരമായി മാറുന്നുവെങ്കിൽ ആരെക്കുറിച്ചും അത്തരം ചിന്തകൾ ചിന്തിക്കാൻ രോഗികളായ ആളുകൾക്ക് പറ്റും. അത്തരം അപൂർവമായ ഒരു കാര്യത്തെ എടുത്ത് പൊതുവൽക്കരിക്കുന്നതിൽ അർത്ഥമില്ല. അതുകൊണ്ട് ഒരു കാര്യം ഉറപ്പ്, ഈ ഇരിക്കുന്ന മുഴുവൻ പെൺകുട്ടികൾക്കും പറയാൻ പറ്റും, നമ്മളുടെ ചുരിദാർ അത് അതിൻ്റെ ടോപ്പ് പൊളിക്കാതെ, ദേഹത്ത് ഒട്ടിച്ചേരാതെ, ഉള്ളിലെ അടിവസ്ത്രങ്ങൾ കാണുന്ന വസ്ത്രങ്ങൾ, ബാഹ്യവസ്ത്രങ്ങൾ ധരിക്കാതെ, എന്താണ് സ്വാഭാവികമായും അങ്ങനത്തെ ഒരു വസ്ത്രവിധാനങ്ങൾ സ്വീകരിക്കുന്ന ഒരു സ്ത്രീക്ക് ക്യാമ്പസുകളിൽ മറ്റുള്ള സ്ത്രീകളെക്കാളും സുരക്ഷിതത്വം ലഭിക്കുന്നു എന്നതിന് ഒരു പക്ഷേ ഈ സദസ്സ് സാക്ഷിയായിരിക്കും. ആ വേഷം സ്വീകരിക്കാത്തവർ പോലും ഒരു പക്ഷേ ആ വസ്തുത അംഗീകരിക്കുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതുകൊണ്ട് ഇസ്ലാമിൻ്റെ നിയമങ്ങൾ നമ്മെ എല്ലാവരെയും സൃഷ്ടിച്ച് പരിപാലിക്കുന്ന, നമ്മുടെ മനസ്സറിയുന്ന, മറ്റുള്ളവരുടെ മനസ്സറിയുന്ന, ജീവിത സാഹചര്യങ്ങൾ അറിയുന്ന ലോക സൃഷ്ടാവിൻ്റെതാണ്. അവൻ്റെ നിർദ്ദേശങ്ങളിൽ ഒരിക്കലും അപാകതയോ തെറ്റോ സംഭവിക്കില്ല. 100% നമുക്ക് അനുകൂലമായിരിക്കും. അതുകൊണ്ട് ക്യാമ്പസുകളിൽ ജീവിക്കുന്ന ആളുകൾ, പ്രത്യേകിച്ചും മറ്റുള്ളവരുടെ ഇടപഴകുന്ന ആളുകൾ, ഇസ്ലാമിൻ്റെ വേഷവിധാനങ്ങളെ പൂർണ്ണമായും സ്വീകരിക്കണമെന്നാണ് ഈ സന്ദർഭത്തിൽ പറയാനുള്ളത്. ജ്യേഷ്ഠത്തിയുടെ വിവാഹം നടക്കാതിരിക്കുന്നത് കൊണ്ട് അനിയത്തിയുടെ കല്യാണാലോചന തടസ്സമാവാറുണ്ട്. ഇതിനെക്കുറിച്ച് ഉള്ള പ്രതികരണം എന്താണ്? സ്വാഭാവികമായും നമ്മൾ നേരത്തെ പറഞ്ഞ മാതിരി വിവാഹത്തിന്റെ സമയം ഏതാണ് എന്നതിലുള്ള തീരുമാനമില്ലായ്മയാണ് വിവാഹരംഗത്തെ മൊത്തം പ്രതിസന്ധികൾ. ഞാൻ പറഞ്ഞത്, ഒരു ജ്യേഷ്ഠത്തി ജീവിച്ചിരിക്കുന്നതുകൊണ്ട് അനുജത്തിന്റെ വിവാഹം തടസ്സപ്പെടുന്നു എന്ന് മാത്രമല്ല, അനേകായിരം പെൺകുട്ടികളുടെ വിവാഹം തടസ്സപ്പെട്ടതും യഥാർത്ഥത്തിൽ വിവാഹത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാടില്ലായ്മയാണ്. അതാ പറഞ്ഞത്, തർലൗന ദീനഹു ഹുൽക്കു, സ്വഭാവവും അതേപോലെ തന്നെ ദീനുമുള്ള ഒരാൾ വന്ന് അന്വേഷിച്ചാൽ വിവാഹം കഴിച്ചു കൊടുക്കണം എന്നാണ്. ആ നിയമം പാലിക്കപ്പെടാതിരുന്നാൽ എന്ത് ചെയ്യും? താഴെ വരുന്ന മുഴുവൻ അനുജത്തിമാർക്കും ആ ഒരു ബുദ്ധിമുട്ടുണ്ടാവും. ഒരു സമയം കഴിഞ്ഞ് വിവാഹം വരുന്നില്ലെങ്കിൽ ആ ജ്യേഷ്ഠത്തിയെ നിർത്തി എങ്ങനെ വിവാഹം കഴിക്കുമെന്ന് അനുജത്തിമാർ ചിന്തിക്കും, വാപ്പ ചിന്തിക്കും, കുടുംബം ചിന്തിക്കും. മാത്രമല്ല, ഇനി അഥവാ വിവാഹം നടത്തിയാൽ തന്നെ സംതൃപ്തകരമായൊരു മാനസികാവസ്ഥയോടെ ആ വിവാഹ സദസ്സുകൾ നടത്താനും വിവാഹ ജീവിതം നയിക്കാനും തടസ്സമായി തീരും. ഇതൊക്കെ എന്തുകൊണ്ട് സംഭവിക്കുന്നു? ദൈവികമായ ഒരു കൃത്യമായ പ്രവാചകന്റെ വചനത്തെ നമ്മൾ അതിർലംഘിക്കുന്നു എന്നുകൊണ്ടുണ്ടാകുന്നു. എനിക്കറിയുന്ന ഒരു കുടുംബത്തിൽ എല്ലാം ബ്രദേഴ്സ്, ജ്യേഷ്ഠാനുജന്മാർക്കൊക്കെ പെൺകുട്ടികളാണ്. അതിൽ മുതിർന്ന ഒരു പെൺകുട്ടി തീരുമാനിച്ചു, എൻ്റെ മെഡിക്കൽ PG കൂടെ കഴിഞ്ഞിട്ടേ എൻ്റെ വിവാഹം നടത്തൂ. ആ പെൺകുട്ടിക്ക് ഇന്നും വിവാഹം അന്വേഷിച്ചു കൊണ്ടിരിക്കുന്നു. താഴെ ഉള്ള മുഴുവൻ, ആ വീട്ടിലെ കുട്ടികൾ മാത്രമല്ല, ആ കുടുംബത്തിലെ മൊത്തം കുട്ടികൾ കാത്തിരിക്കുകയാണ്. നാം ആലോചിക്കണം, സ്വന്തം അത്രയും അധികം കുടുംബ ബന്ധങ്ങളുണ്ട്. എല്ലാവരും ഒരു വീട്ടിലല്ലെങ്കിലും എല്ലാവരും അത്രയും സ്നേഹത്തിലാണ് ജീവിക്കുന്നത്. അപ്പോൾ ഒരു കുട്ടിക്ക് വേണ്ടി കുടുംബത്തിലെ 8-10 കുട്ടികൾ കാത്തിരിക്കുന്ന അവസ്ഥ. ഏത് വീട്ടിൽ വിവാഹാന്വേഷണം നടത്തിയാലും ഞങ്ങളുടെ മുകളിലൊരു പെൺകുട്ടി ഉണ്ട്, അവളെ കല്യാണം കഴിയട്ടെ എന്ന് പറയും. ഞാൻ പറഞ്ഞത്, സഹോദരിമാരെ, നമ്മുടെ ജീവിതം മറ്റൊരാൾക്ക് തടസ്സമാവാതിരിക്കാൻ, നമ്മളെക്കൊണ്ട് മറ്റൊരാൾക്ക് വിഷമം വരാതിരിക്കാൻ ഇസ്ലാമിൻ്റെ നിയമങ്ങളെ കൃത്യതയോടുകൂടെ പാലിക്കാൻ നമ്മൾ ശ്രമിക്കണം. അങ്ങനത്തെ ഒരു സാഹചര്യം വന്നാൽ എന്ത് ചെയ്യണം എന്നാണ് യാതൊരു സംശയമല്ല. അനുജത്തിക്കൊരു നല്ല വിവാഹം വന്നാൽ ആ വിവാഹം നടത്തണം, തീർച്ചയായും നടത്തണം രക്ഷിതാക്കന്മാർ. കാരണം
അങ്ങനെ നടത്താതിരിക്കുമ്പോൾ ശേഷം വരുന്ന മുഴുവൻ പെൺകുട്ടികളുടെയും ഭാവി അപകടത്തിലായിത്തീരും. സ്വാഭാവികമായും അവൾക്കൊരു വിവാഹം വരുന്ന സമയത്ത് ആ വിവാഹം നടക്കും, അത്രേ പറയാൻ പറ്റുള്ളൂ. സ്വാഭാവികമായും പലപ്പോഴും മാനസികമായി നമുക്ക് വിഷമമുണ്ടെങ്കിലും അതിന് ഇസ്ലാമികമായി തടസ്സമല്ല. ഒരു പെൺകുട്ടിക്ക് യോജിച്ചൊരു പുരുഷൻ വന്നാൽ ഒരാൾക്ക് വന്നില്ലെന്നത് മറ്റൊരാൾക്ക് വന്നാൽ വിവാഹം നടത്തിക്കൊടുക്കാനുള്ള ഒരു മതപരമായ തടസ്സമായി പറയാൻ നമുക്ക് സാധിക്കില്ല. നമ്മുടെ മാനസികമായി പ്രയാസമുണ്ടെങ്കിലും അതാണ് അതിൻ്റെ ഒരു നിയമം എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. കഴിഞ്ഞ നമ്മുടെ ചർച്ചകളിലൊക്കെ വന്നതുകൊണ്ടായിരിക്കണം നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ പറയാൻ പോകുന്ന കാര്യം. അതായത് ഈ നമ്മൾ ഇവിടുത്തെ കൗൺസിലിംഗ് സെന്ററിൽ ഇരുന്നപ്പോഴും മൊത്തം രക്ഷിതാക്കന്മാരുടെ ഫോൺ വിളികളൊക്കെ അറിയാൻ പറ്റും. നമ്മുടെ ഈ ക്യാമ്പസിൽ നിന്നുണ്ടാകുന്ന അഫയറുകൾ ഒരു വലിയ പ്രശ്നമാണ് നമ്മുടെ കാര്യത്തിൽ. അത്തരം എന്തെങ്കിലും കാര്യങ്ങളിൽ അകപ്പെട്ടു പോയ ആളുകളുണ്ടെങ്കിൽ അവർ മാറി ചിന്തിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സമയമാണ്. കാരണം ജീവിതത്തിൽ എല്ലാ അർത്ഥത്തിലും ഏറ്റവും പ്രയാസകരമായി വരുന്ന ഒരു സംഗതിയാണ്. ഞാൻ അതിൻ്റെ ഒരു നിലക്കും ഒരു ശതമാനം പോലും അത്തരം ഒരു ബന്ധം ഒരു വിവാഹത്തിലേക്ക് പരിണമിക്കുന്നത് നല്ലതല്ല എന്ന് മനസ്സിലാക്കാനുള്ള പോയിന്റ്സ് ഹെഡിങ് മാത്രം ഞാൻ പറയാണ്. എന്തുകൊണ്ട് എന്നുള്ളതിന് ഉത്തരം ഞാൻ പറയാണ്. ഒന്നാമത്തത്, പരിശുദ്ധമായൊരു ബന്ധം മാത്രമേ പരിശുദ്ധമായി നിലനിൽക്കൂ. പരിശുദ്ധമായൊരു ബന്ധം മാത്രമേ പരിശുദ്ധമായി നിലനിൽക്കൂ. നാം ഒരു വിവാഹമെന്ന ഒരു കുടുംബജീവിതമെന്ന പരിശുദ്ധമായ ഒരു കാര്യത്തിലേക്ക് കടന്നു വരുന്നത് നല്ല ഒരു വഴിയിലൂടെ ആവുന്നതല്ലേ നല്ലത്? ഒരു തെറ്റായ വഴിയിലൂടെ അതിലേക്ക് പ്രവേശിക്കുന്നതിൻ്റെ അപകടാവസ്ഥ നാം മനസ്സിലാക്കിയാൽ ഒരു നിർണായകമായ ഒരു കാര്യം ചെയ്യുമ്പോൾ പലപ്പോഴും അതൊരു പ്രാർത്ഥനയോടെ നല്ല മനസ്സോടെ അള്ളാഹുവിൻ്റെ പൊരുത്തത്തോടെ ചെയ്യണമെന്ന് നമ്മളെല്ലാവരും ആഗ്രഹിക്കും. ഒരു വീട്ടിൽ താമസം തുടങ്ങുമ്പോൾ, ഒരു പുതിയ വാഹനം നിരത്തിലിറക്കുമ്പോൾ, അങ്ങനെ ആവുമ്പോൾ സ്വാഭാവികമായും നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും നമ്മൾ ഒരു വിവാഹമെന്ന നമ്മുടെ ജീവിതകാലം മുഴുവൻ നിലനിൽക്കേണ്ട ഏറ്റവും അനുഗ്രഹീതമായ ഒരു സംഗതിയിലേക്ക് പ്രവേശിക്കുന്നത് നല്ല വഴിക്കാകണമെന്നാണ്. രണ്ടാമത്തെ, അങ്ങനെ വരാതിരുന്നാലുള്ള പ്രശ്നം, ഒന്ന്, വിവാഹം കഴിയുന്നത് മുതൽ തന്നെ പരസ്പരമുള്ള സംശയങ്ങൾ ആരംഭിക്കാൻ തുടങ്ങും. കാരണം എന്നെ ഒരു സ്ത്രീ പരിചയപ്പെടാൻ, പിന്നെ വിവാഹിതയല്ലാത്തൊരു സ്ത്രീ എന്നെ പരിചയപ്പെടാൻ വിവാഹത്തിന് മുമ്പ് താല്പര്യം കാണിച്ചിട്ടുണ്ടെങ്കിൽ അവൾ മറ്റ് വിവാഹം കഴിഞ്ഞാലും വേറെയുള്ളവരെ പരിചയപ്പെടുമല്ലോ, അതേപോലെ അവനും വേറെയുള്ളവരെ പരിചയപ്പെടുമല്ലോ എന്ന സംശയം പലപ്പോഴും ഇത്തരം വിവാഹങ്ങൾക്ക് ശേഷം ഉണ്ടാവാറുണ്ട്. കാരണം ആ സംശയത്തിന് തെളിവുണ്ട്. കാരണം എന്നെ പരിചയപ്പെട്ടത് വിവാഹത്തിന് മുമ്പാണ്, അതുകൊണ്ട് വിവാഹത്തിന് ശേഷവും ഒരാളെ പരിചയപ്പെടാമെന്ന സംശയമാണ് ദാമ്പത്യത്തിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം. സംശയങ്ങൾ പല കുടുംബങ്ങളെയും കശക്കി എറിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് സംശയത്തോടു കൂടെയുള്ള ഒരു ദാമ്പത്യത്തിന് സഹായകമാകും. രണ്ടാമത്തൊരു കാര്യം, എപ്പോഴും നമുക്കുണ്ടാകുന്ന കുട്ടികൾ എന്നും നമ്മുടെ വിവാഹത്തിൻ്റെ പശ്ചാത്തലം അറിയും, യാതൊരു സംശയവും കാര്യത്തിലില്ല. വാപ്പ കോളേജിൽ പഠിക്കുന്ന സമയത്ത് പരിചയപ്പെട്ടതാണ് ഉമ്മയെ എന്നത് ജീവിതത്തിൽ ഒരിക്കലും മായ്ക്കാൻ പറ്റാത്ത ഒരു അഭിമാന പ്രശ്നമായി നിലനിൽക്കുന്നു. മാത്രമല്ല, എന്തെങ്കിലും ഒരിക്കൽ നിങ്ങളുടെ കുട്ടികളോട് ഈ വിഷയത്തിൽ മാത്രമല്ല, ക്യാമ്പസിൽ പോകുമ്പോൾ മോളെ ശ്രദ്ധിക്കണം കേട്ടോ എന്ന് പറയാൻ മാത്രമല്ല, ജീവിതത്തിൽ എന്തു നന്മ ഉപദേശിക്കുവാനും ഒരുപക്ഷെ ഒരു ദീനിയായ മുന്നോട്ട് പോക്കിന് ഒരുപക്ഷെ നിങ്ങൾക്കത് തടസ്സമായേക്കാം. അതേപോലെ തന്നെ മറ്റൊരു കാര്യം, വിവാഹത്തിന് മുമ്പ് ആരെയെങ്കിലും പരിചയപ്പെട്ടു, അത് ഒഴിവാക്കി വിചാരിക്കുക എങ്കിൽ പോലും വിവാഹിതയാകുന്ന പല സഹോദരന്മാരും സഹോദരിമാരും മുൻകാലത്തെ ബന്ധങ്ങളെ താരതമ്യം ചെയ്യാൻ സാധ്യതയുണ്ട്. അത് പലപ്പോഴും വിവാഹത്തിന് പ്രശ്നമാവാറുണ്ട്. പിന്നെ വിവാഹത്തിന് മുമ്പുള്ള ബന്ധവും വിവാഹശേഷവുമുള്ള ബന്ധം താരതമ്യം ചെയ്യുമ്പോഴും വലിയ പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട്. യഥാർത്ഥമല്ലാത്ത ജീവിതവും യഥാർത്ഥ ജീവിതവും തമ്മിൽ പൊരുത്തപ്പെടാൻ വളരെ വലിയ പ്രശ്നങ്ങളുണ്ടാകും. അതേപോലെ തന്നെ തെറ്റായ ബന്ധങ്ങൾ നമുക്കുണ്ടാകുമ്പോൾ ആ തെറ്റായ ബന്ധങ്ങൾ നമ്മൾ വിചാരിക്കാത്ത വിധാനത്തിലേക്കും അപകടത്തിലേക്കും എത്തിപ്പെടാൻ സാധ്യതയുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ മാതാപിതാക്കൾ ആഗ്രഹിക്കുന്ന അവരുടെ അനിഷ്ടം ജീവിതകാലം മുഴുവൻ വാങ്ങി ഒരു വിവാഹത്തിലേക്ക് പ്രവേശിക്കേണ്ട അവസ്ഥകളുണ്ടാകും. ഏതർത്ഥത്തിൽ ചിന്തിച്ചാലും അതെല്ലാം നമുക്ക് ദോഷകരമാണ്. അതുകൊണ്ട് അത്തരം വല്ല അവസ്ഥകളിലും പെട്ടുപോയ ആളുകളുണ്ടെങ്കിൽ പിൻവാങ്ങാൻ പറ്റുമെന്നതിന് നൂറുകണക്കിന് സഹോദരിമാർ സാക്ഷിയാണ്. അതുകൊണ്ട് എൻ്റെ വിവാഹം നന്മ നിറഞ്ഞ അള്ളാഹുവിന് പൊരുത്തമുള്ള ഇസ്ലാമികമായൊരു വിവാഹമാകട്ടെ എന്ന് നിങ്ങൾ ആഗ്രഹിക്കണം. മനസ്സിനെ സംശുദ്ധമായി മുന്നോട്ട് കൊണ്ടുപോകാൻ നിങ്ങൾ ശ്രമിക്കണമെന്ന് പറയാണ്. ഒന്ന് രണ്ട് കാര്യങ്ങൾ ഇവിടെ എഴുതി കിട്ടിയോട് കൂടെ പറയാണ്. ഒന്ന്, പിന്നെ ചുരിദാർ ധരിക്കാമെന്ന് പറയാൻ ഇസ്ലാമിൽ തെളിവുണ്ടോ എന്നുള്ളതാണ്. ഇത് ഇസ്ലാമിൻ്റെ ഒരു പ്രത്യേകത നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ലോകത്തെല്ലാ ഭാഗങ്ങളിലും ഒരേ വേഷമല്ല, പല വേഷവിധാനങ്ങളാണ് സ്വീകരിക്കുന്നത്. അതുകൊണ്ട് ഇസ്ലാം ഒരാൾക്കും ഇന്നൊരു വേഷം നിർണയിച്ചില്ല എന്നുള്ളതാണ്. എത്രമാത്രം എന്ന് വെച്ചാൽ ശരിക്കും പരിശോധിച്ചാൽ ഒരു കേരളീയനായിട്ടുള്ള ഒരു പുരുഷൻ ഒരു അറബി വസ്ത്രം ധരിക്കുക എന്നുള്ളത് യഥാർത്ഥത്തിൽ പ്രോത്സാഹനമാണോ ചോദിച്ചാൽ അല്ലാതെ ഒരു ശുഹ്രത്തിന്റെ വസ്ത്രം എന്നാ പറയും.
നമ്മൾ മറ്റുള്ളവരിൽ നിന്നും ശ്രദ്ധേയമായി തീരാനും വ്യതിരിക്തമായി തീരാനും ആളുകൾക്ക് എന്താണെന്ന് ഉത്തരം കിട്ടാത്ത രൂപത്തിൽ ഒരു വേഷം ധരിച്ച് നടക്കേണ്ട ഒരു ആവശ്യം ഇസ്ലാമിലില്ല. ഇസ്ലാമിനെ സംബന്ധിച്ചുള്ള വേഷത്തിന്റെ നിയമം എന്താണെന്ന് വെച്ചാൽ ഒരു സ്ത്രീന്റെ വേഷത്തിന്റെ നിയമം എന്താണോ ആ നിയമം പാലിക്കണം. ഞാൻ പറഞ്ഞ 3 അവസ്ഥയാണ്. കാസിയാത്തുൻ ആരിയാത്ത്, ധരിച്ചവരാണ് നഗ്നകളാണെന്ന് പറഞ്ഞാൽ ധരിക്കാത്തതല്ല പ്രശ്നം, ധരിച്ചിട്ടും നഗ്നകളാണ്. അതിന് 3 വിശദീകരണമാണ് കൊടുത്തിട്ടുള്ളത്. ഒന്ന്, ദേഹത്ത് ഒട്ടിച്ചേർന്ന വസ്ത്രം. ഇപ്പോൾ ദേഹത്ത് പൂർണ്ണമായും ചുരിദാർ ചേർന്ന് നിൽക്കാൻ വേണ്ടി പിന്നെ പിന്നിൽ സിബ് കൊടുത്തിട്ടാണ് പെൺകുട്ടികൾ തയ്പ്പിക്കുന്നത് എന്ന് ആരോ പറഞ്ഞ ഒരു വിവരം എൻ്റെ ഇടയ്ക്കൽ പ്രസംഗങ്ങളും സംസാരങ്ങളും പറയാൻ വേണ്ടി പറഞ്ഞൊരു കാര്യമാണ്. ഞാൻ ആലോചിച്ച് നോക്കുകയാണ്, ഒരു ടൈലറിൽ നിന്ന് അത് തയ്ച്ചെടുക്കുമ്പോൾ ശരീരം പൂർണ്ണമായും അങ്ങനെ തന്നെ പ്രദർശിപ്പിക്കപ്പെടണമെന്ന് വിചാരിക്കുമ്പോൾ ധരിച്ചവരാണ് നഗ്നകളാണ് എന്ന് പറയുന്ന ഹദീസ് എത്ര യാഥാർത്ഥ്യമാണ്. അതേപോലെ തന്നെ ദേഹത്തിന്റെ മുഴുവൻ ഭാഗങ്ങളും മറയാത്ത വസ്ത്രം, ദേഹത്ത് അയഞ്ഞു നിൽക്കുന്ന, ദേഹത്തെ മറക്കുന്ന ആ സൗന്ദര്യത്തെ ആകർഷണീയതകളെയും ഒരു സ്ത്രീ എന്നുള്ള നിലക്കുള്ള ആ ഒരു ആകർഷണീയതയെ മറച്ചു വെക്കാൻ പറ്റുന്ന രൂപത്തിലുള്ള വസ്ത്രമാണ് ധരിക്കുന്നത്. അത് ചുരിദാറായാലും പർദ്ദയായാലും ഒന്നും വിരോധമില്ല. അതിന് വിരുദ്ധമാകുന്ന പർദ്ദയാണെങ്കിലും അത് ഷേപ്പ് ചെയ്ത് ഉപയോഗിക്കുമ്പോൾ അത് അനിസ്ലാമിക വസ്ത്രമാകും. ഇസ്ലാമിക വസ്ത്രത്തിൽ പാലിക്കേണ്ട മര്യാദ ഏത് വസ്ത്രത്തിലുണ്ടോ ആ വസ്ത്രം സ്വീകരിക്കാൻ നമുക്ക് അനുവാദമുണ്ട്. അത് ഇന്ന വസ്ത്രം എന്ന് പ്രത്യേകമായി പറയേണ്ട ആവശ്യമില്ല. പിന്നെ നിക്കാഹ് കഴിഞ്ഞ് കല്യാണം നീട്ടിവെക്കുന്നതിൽ നിങ്ങളുടെ അഭിപ്രായം എന്താണ്? നിക്കാഹ് കഴിഞ്ഞാൽ പിന്നെ കഴിഞ്ഞു കല്യാണം, പിന്നെ ഒരു കല്യാണം എന്ന് പറഞ്ഞാൽ പദപ്രയോഗം ശരിയല്ല എന്നല്ല. നിക്കാഹ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു സ്ത്രീയെ ഒരു പുരുഷന് ഏതർത്ഥത്തിലും പ്രയോജനപ്പെടാൻ, ഒരു സ്ത്രീക്ക് ഒരു പുരുഷനെ ഏതർത്ഥത്തിലും പ്രയോജനപ്പെടുത്താനുള്ള പൂർണ്ണ അനുവാദമാണ്. പിന്നെ അതിന് വാപ്പിമീൻ തടസ്സം നിൽക്കാൻ പറ്റൂല, സമൂഹം തടസ്സം നിൽക്കാൻ പറ്റൂല, ഒരു ഫംഗ്ഷൻ തടസ്സം നിൽക്കാൻ പറ്റൂല, ഒന്നും തടസ്സം നിൽക്കാൻ പറ്റൂല. അതുകൊണ്ട് നമ്മൾ പൊളിച്ചെഴുതേണ്ട ഒരു കാര്യമാണ്, വിവാഹം നിക്കാഹ് കഴിഞ്ഞാൽ ഭാര്യ ഭർത്താക്കന്മാരായി പിന്നെ എല്ലാ തടസ്സങ്ങളെയും അതിൽ ലംഘിച്ച് ഭാര്യ ഭർത്താക്കന്മാരി സ്വതന്ത്രമായി ജീവിക്കണം. പലപ്പോഴും വിവാഹം നിശ്ചയിക്കുമ്പോൾ നിങ്ങൾ പറയണം, വിവാഹം കഴിഞ്ഞാൽ ഉടനെ പരസ്പരം ഒന്നു ചേരാൻ അവസരം കിട്ടണം. ഞാൻ പറയുന്നത് വെച്ചാൽ വിവാഹം കഴിയുന്നതോടുകൂടെ ഒന്നിച്ചു ജീവിച്ചില്ലെങ്കിൽ അപകടങ്ങൾ സംഭവിക്കും എന്ന് ഉറപ്പാണ്. കാരണം നമ്മൾ എപ്പോഴും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് ഫേസ് ടു ഫേസ് അല്ലെങ്കിൽ നേർക്കുനേരല്ല, ഫോണിലൂടെയും അല്ലാതെയും ബന്ധപ്പെടുമ്പോൾ സംശയങ്ങൾ വരും. കാരണം നമ്മൾ പറയുന്നൊരു വാചകം ശരിയായ രൂപത്തിൽ മനസ്സിലാക്കപ്പെടാതെ പോകും. അതുകൊണ്ട് പലപ്പോഴും നിക്കാഹ് കഴിഞ്ഞ 6 മാസവും ഒന്നിച്ചു ജീവിക്കാതെ ഫോണിലൂടെയും അല്ലാതെയും ബന്ധപ്പെടുന്ന ആളുകൾക്ക് ഇതെന്റെ ജീവിത പങ്കാളി എനിക്ക് പറ്റിയതാണോ എന്ന സംശയമുണ്ടാകുന്ന പല സന്ദർഭങ്ങളും ഉണ്ടായി ചേർന്നിട്ടുണ്ട്. അതുകൊണ്ട് എൻ്റെ ഒരു കാഴ്ചപ്പാട് എന്താ വെച്ചാൽ, ഒരു ദീർഘകാലം വിവാഹം കഴിഞ്ഞാൽ ഒന്നിച്ചു തന്നെ ജീവിക്കണം. അത് ജീവിക്കുന്നതിൽ അല്പം പോലും സമയ താമസമില്ലാതിരുന്നാൽ അവർക്ക് ആ ദിവസം മുതൽ തന്നെ മറ്റ് ദൂരെ നിന്നുകൊണ്ട് അതും ഇതും ചിന്തിക്കാൻ സമയം ലഭിക്കാതെ ഒന്നിച്ച് മനസ്സറിഞ്ഞ് പരിചയപ്പെട്ട് മുന്നോട്ട് പോകുന്നത് നന്നായിരിക്കാം. അതേപോലെ തന്നെ വിവാഹം നിശ്ചയിച്ചു കഴിഞ്ഞതിന് ശേഷം ഭാര്യ ഭർത്താക്കന്മാരെ പോലെ ഫോൺ ചെയ്യുന്നതും ഇടപെടുന്നതും തികച്ചും തെറ്റാണ്. നിക്കാഹ് കഴിയുന്നതിന് മുമ്പ് അന്യപുരുഷന്മാരാണെന്ന തിരിച്ചറിവ് നമുക്ക് വേണം. അത് നേരത്തെ പറഞ്ഞതിനേക്കാളും അപകടകരമാണ്. ഈ കാര്യങ്ങളിലൊക്കെ പൂർണ്ണമായ ശ്രദ്ധ വേണം. സമയം ദീർഘിച്ചു എന്ന് തോന്നുന്നു, ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. നമ്മളെ സംബന്ധിച്ചിടത്തോളം, നമ്മുടെ ഈ ഒരു പെൺകുട്ടികളെ സംബന്ധിച്ചിടത്തോളം ജീവിതവുമായി ബന്ധപ്പെട്ട അനിവാര്യമായ കാര്യങ്ങൾ വന്നു കഴിഞ്ഞു. നമ്മൾ ഒന്നേ ചെയ്യേണ്ടതുള്ളൂ. സഹോദരിമാരെ, നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇവിടെയുള്ള പ്രശ്നങ്ങളെക്കാളും വലുതാണ് പരലോകത്തെ പ്രശ്നം. അവിടുത്തെ സുരക്ഷിതത്വം ഏറ്റവും വലിയ പ്രശ്നമാണ്. തിരിച്ചു വരും എന്ന് നമുക്ക് ഉറപ്പാണ്, യാതൊരു സംശയവും അക്കാര്യത്തിലില്ല. നാം ഒരു മരണം കഴിഞ്ഞ് തിരിച്ചു വന്നവരാണ്. അതുകൊണ്ട് ഇനിയും ഒരു പുനർജന്മം നമുക്ക് ഉൾക്കൊള്ളാൻ പ്രശ്നമില്ല. നിങ്ങൾക്കറിയാമല്ലോ, ഗർഭപാത്രത്തിൽ ആത്മാവ് വരുന്നതിന് മുമ്പ് നാം മരിച്ചവരായിരുന്നു. ഒരു ഡെഡ് ബോഡി പോലെ കിടന്ന് നമ്മുടെ ദേഹത്തേക്ക് ആത്മാവ് വന്നപ്പോൾ നാം ചലിക്കാൻ തുടങ്ങി. ആ പുനർജന്മം, പുനരുദ്ധാനം ഇനി നമ്മുടെ കബറുകളിൽ നിന്ന്, നമ്മളെ മറവ് ചെയ്യപ്പെട്ട സ്ഥലങ്ങളിൽ നിന്ന്, നമ്മുടെ നട്ടെല്ലിൻ്റെ അഗ്രഭാഗത്തുള്ള മൃഗങ്ങൾക്ക് വാല് മുളക്കുന്ന ഭാഗത്തുള്ളൊരു അസ്ഥി, അതിൽ നമ്മളുണ്ട്, നമ്മുടെ കർമ്മങ്ങളുണ്ട്, പ്രവർത്തനങ്ങളുണ്ട്. അത് തിരിച്ചു വരും. ഒരു വിത്ത് നാം നട്ടാൽ ആ വിത്ത് മുമ്പ് നിന്നിരുന്ന വള്ളിയേതോ മരമേതോ അതിൻ്റെ കായയും ഇലയും കാണ്ഡവും അതിൻ്റെ ഉള്ളിൽ നിന്ന് അതേപോലെ പുറത്തു വരുന്ന പോലെ നമ്മളിൽ നിന്ന് അവശേഷിക്കുന്ന ആ ചെറിയ അസ്ഥിക്കഷ്ണത്തിൽ നിന്നും നാം തിരിച്ചു വരും, തീർച്ച. അന്ന് നമ്മുടെ ക്യാമ്പസിന്റെ ചിത്രങ്ങളും നമ്മുടെ ജീവിത ചിത്രങ്ങളും കല്യാണ വീടുകളും യാത്രാവേളകളും ട്രെയിനിന്റെ കമ്പാർട്ട്മെന്റുകളും എല്ലാം ആ വീഡിയോ ക്ലിപ്പുകളിൽ ഉണ്ടായിരിക്കുമെന്ന് ഉറപ്പ്. കിതാബക്ക കഫാബി നഫ്സിക്കൽ യൗമ അലൈക ഹസീബ, ഇതാണു നിന്റെ രേഖ, ഇതാണു നിന്റെ ജീവിതം, നീ തന്നെ മതി നിന്നെ വിചാരണ ചെയ്യാൻ എന്ന് പറഞ്ഞ് നമ്മുടെ റിക്കാർഡുകൾ വജദൂമാ അമിലു ഹാദിറൻ, കൺമുമ്പിൽ കാണിക്കപ്പെടുമ്പോൾ ചെയ്തു പോയ അപരാധങ്ങൾ ചെയ്യരുതായിരുന്നു, സൂക്ഷിക്കാമായിരുന്നു, ശ്രദ്ധിക്കാമായിരുന്നു എന്ന് ചിന്തിക്കുന്നതിൽ അർത്ഥമില്ല. അതുകൊണ്ട് പരലോക സുരക്ഷയാണ് ഏറ്റവും വലിയ സുരക്ഷ.
ഈ മാർഗനിർദ്ദേശങ്ങൾ നിങ്ങളെ സഹായിക്കുമെന്ന് വിശ്വസിക്കുന്നു. പലപ്പോഴും പല സീഡികളും പുസ്തകങ്ങളും നിങ്ങൾക്ക് ലഭിക്കും. സംശയങ്ങൾ ദൂരീകരിക്കാൻ നമ്മുടെ സലഫി പണ്ഡിതന്മാരുടെ സൈറ്റുകൾ ഇംഗ്ലീഷിലും അറബിയിലും എല്ലാം ലഭ്യമാണ്. കൂടുതൽ പഠിക്കാനും കൂടുതൽ അറിയുവാനും നമ്മുടെ ഓരോ സെഷനുകളും നമുക്ക് കൂടുതൽ പ്രചോദനമേകട്ടെ എന്നാണ് എനിക്ക് പ്രാർത്ഥിക്കുവാനുള്ളത്. ഈ സെഷനിൽ വളരെ നേരത്തെ തന്നെ നമ്മുടെ പ്രാഥമിക എല്ലാ കാര്യങ്ങളും നിർവഹിച്ച് ഈ പ്രോഫ്കോണിൻ്റെ എല്ലാ നിർദ്ദേശങ്ങളെയും പാലിച്ചുകൊണ്ട് നമ്മുടെ ഈ പരിപാടി ധന്യമാക്കാൻ സഹായിച്ചുകൊണ്ടിരിക്കുന്ന നാം ദീനിനെയാണ് സഹായിക്കുന്നത്, നമ്മുടെ ക്യാമ്പസുകളിലെ ഇസ്ലാമിക വൽക്കരണത്തെയാണ് സഹായിക്കുന്നത്, ഇസ്ലാമിക പ്രബോധനത്തെയാണ് സഹായിക്കുന്നത്. ഈ കൂട്ടായ്മ നമ്മുടെ പഴയ പിൻഗാമികൾ തുടർന്നു വന്ന ഈ മഹത്തായ സംരംഭങ്ങളെ ഇനിയും തുടരാനും എല്ലാ തടസ്സങ്ങളെയും അതിജീവിച്ച് മുന്നോട്ട് പോകുവാനും നമ്മൾക്ക് ശേഷം വരെ നമ്മുടെ അനുജത്തിമാർക്കും നമ്മുടെ കൊച്ചനുജന്മാർക്കും എല്ലാവർക്കും അവർ ഇനി ഇത്തരം ക്യാമ്പസുകളിൽ എത്തുമ്പോൾ അവർക്കെന്നും മാർഗദർശനത്തിൻ്റെ മഹാവിളക്കുകളായി ഈ MSMനും അതിൻ്റെ പ്രവർത്തനങ്ങൾ പ്രകാശിക്കാനാകണം. അതിനെ വഹിച്ചുകൊണ്ടും അതിൻ്റെ പ്രചാരകരായി അതിനേറ്റെടുത്തുകൊണ്ടും നമ്മുടെ ജീവവായു പോലെ ജീവജലം പോലെ ഈ പ്രബോധനത്തിൻ്റെ സരണി നമ്മുടേതാണെന്നുള്ള ആത്മബോധത്തോടുകൂടിയും സ്നേഹത്തോടുകൂടിയും നിങ്ങൾ കാണുകയും പ്രവർത്തിക്കുകയും ചെയ്യണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹു നാം കേട്ട അറിവുകളെ ജീവിതത്തിൽ പ്രയോഗവൽക്കരിക്കുവാനുള്ള സാഹചര്യം നമുക്ക് ഒരുക്കി തരുമാറാവട്ടെ. നമ്മുടെ കഴിഞ്ഞകാല ജീവിതത്തിൽ അറിയാതെ ചെയ്തു പോയ തിന്മകളെ നാഥ ഞങ്ങൾക്ക് നീ പുറത്തു മാപ്പാക്കി തരണമേ നാഥ. ഞങ്ങളെ അങ്ങേയറ്റം സ്നേഹിക്കുകയും ഉപദേശിക്കുകയും ചെയ്യുന്ന ഞങ്ങളുടെ മാതാപിതാക്കളുടെ മനസ്സുകളെ എന്തും തൃപ്തിപ്പെടുത്തിക്കൊണ്ട് ജീവിക്കുവാൻ ഞങ്ങളെ നീ അനുഗ്രഹിക്കണമേ രക്ഷിതാവേ. തിരിച്ചറിഞ്ഞ തിന്മകളെ ജീവിതത്തിൽ നിന്ന് നിരാകരിക്കുവാനും നന്മയുടെ ജീവിതം നയിക്കുവാൻ ഞങ്ങൾ അനുഗ്രഹിക്കണമേ നാഥ. ഈ മഹാപ്രപഞ്ചത്തിൻ്റെ ഉടമസ്ഥനായ നാഥ, നീ വാഗ്ദത്തം ചെയ്ത സ്വർഗ്ഗനരകങ്ങൾ സത്യമാണ്. നരകമോചനം നേടാനും സ്വർഗത്തിൻ്റെ പ്രവിശാലമായ ലോകത്ത് അനന്തമായി അനശ്വരമായി സമാധാനത്തോടെ ജീവിക്കുവാൻ ഞങ്ങളെ നീ അനുഗ്രഹിക്കണമേ നാഥ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം. റബ്ബനാ ആതിനാ ഫിദ് ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ